വേണമായിരുന്നു. എന്നാൽ ഞാൻ എന്താ ചെയ്തേ? സജിനേട്ടാ പ്ലീസ് എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതെന്താണ്? ഇത് മരണ വീടോ? ഇങ്ങക്ക് രണ്ടാക്കും തെറ്റി? അർജുനേട്ടാ, ചിന്നുവിന്റെ സങ്കടം കണ്ടിട്ട് സഹിക്കുന്നില്ല. പാവണ്ട് അർജുനെ, അവളിപ്പോ വിളിച്ചിട്ട് വരെ കാര്യാ. നമ്മക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? അവര് നന്നാവണമെങ്കിൽ അവരെന്നെ വിചാരിക്കണം. പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാ മതിയായിരുന്നു. പ്രശ്നം എന്താന്നൊക്കെ എനിക്കറിയാം. എന്താ ചേട്ടാ പ്രശ്നം? ഒന്ന് പറ. പ്രശ്നം ഒരാളാ. ആര്? ഏതോ ഒരു ചെക്കൻ. അവന്റെ പേര് പറഞ്ഞില്ലല്ലോ. ആ, നിവാൻ. നിവാൻ അതാരാ? നിവാനോ? അതാരാ? അതാരാ മീരെ? അത് അവളെ സ്കൂൾ ടൈമിലുള്ള ഒരു സീനിയറാ. അവനും ഇവിടെ ഫ്രണ്ട്സ് ആയിരുന്നോ? ഫ്രണ്ട്സ് അല്ല ചേട്ടാ, ഫ്രണ്ട്സിനും മേലെയായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവളവനെ റിജക്ട് ചെയ്ത് അതാ ഉണ്ടായത്. പക്ഷെ അവൻ കല്യാണത്തിന് വന്നിരുന്നോ? വന്നിരുന്നു എന്നാ സജിൻ പറയുന്നേ. പക്ഷെ അവളെ എക്സാന്നുള്ള കാര്യം അവൻ അറിയില്ല കേട്ടോ. അയ്യോ, എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ചേട്ടൻ അറിയാണ്ടോ എക്സാണ്? ഇങ്ങനെ അറിഞ്ഞിട്ട് ഇത്രയും പ്രശ്നം. അപ്പൊ എക്സാമും കൂടി അറിഞ്ഞാ എന്റെ ഈശ്വര, അവളെ കരച്ചിൽ കാണാൻ പറ്റൂല അർജുനെ. എന്തും ചെയ്യണം. നീ അവളെ കരച്ചിലല്ലേ കണ്ടുള്ളൂ? പാവാ ചെക്കനെ കരച്ചിൽ കണ്ടില്ലല്ലോ. കണ്ടിട്ട് എനിക്ക് പോലും സഹിച്ചില്ല. ചേട്ടൻ കരഞ്ഞോ? പാവണ്ടല്ലേ. നമുക്കെന്താ ചെയ്യാ? അല്ല ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്തേ? ഞാൻ ഇതാണ് സംഭവം എന്ന് ചിന്നുനോട് വിളിച്ച് പറയട്ടെ? അതിപ്പോ ഞാനെങ്ങനെ പറയാ? ഞാൻ പറയാണെങ്കിൽ വിളിച്ച് പറയുന്നതല്ലേ നല്ലത്? എനിക്കും അതാ നല്ലതായിട്ട് തോന്നുന്നേ. കാര്യം അറിഞ്ഞിട്ട് കരയുന്നതല്ലേ നല്ലത്? എന്നാ നീ വിളിച്ച് പറ. എന്നാ ഞാൻ പറയാം. എന്നാ നീ വിളിച്ച് പറഞ്ഞിട്ട് വാ മീരെ, വെറുതെ വൈകണ്ട. ആ ചേച്ചി. ഓഫീസ് പോണ്ടേ? പോണം. റെഡി ആയിക്കോ. ആ. നീ ഇങ്ങനെ സങ്കടപ്പെടല്ലടോ, അവര് റെഡി ആയിക്കോളൂ. എന്നാലും എന്തോ പോലെ നമ്മളെ കാര്യത്തിനൊക്കെ കൂട്ടുവന്നത് അവരല്ലേ. നീ പേടിക്കണ്ട, അവനെ ഞാൻ അങ്ങനെ കൈ വിടുവോ? ഇല്ല, എന്നാലും. എന്നാലും ഇല്ല. നീ പോയി മാറ്റി വരാൻ നോക്കിയേ. പോണ്ടേ, സമയായി. ഒരു 5 മിനിറ്റ് താ. ഓക്കേ. സജിനെ, എന്താടാ നീ എവിടെ പോവാ? ഇന്നൊന്ന് ഓഫീസ് പോണം. കൊറേ ദിവസമായില്ലേ ലീവ്? ആണോ? എന്നാ പോയിട്ട് വാ. നീ പിന്നെയും കരഞ്ഞോ? ഞാൻ കരഞ്ഞില്ലല്ലോ. അത് മുഖത്ത് നല്ലോണം കാണാനുണ്ട് കരഞ്ഞില്ല. നീ മരുന്ന് കഴിച്ചോ? കഴിച്ചു. എന്നാ പോവാൻ നോക്ക്. നോക്കി പോണേ. ശരി. പിന്നെ ഇങ്ങനെ സങ്കടപ്പെടാൻ നിൽക്കണ്ട കേട്ടല്ലോ. ആടാ, ഞാൻ പോയിട്ട് വരാട്ടോ. ശരി, നോക്കിപ്പോ. ഞാനിതെന്താ ചെയ്യുന്നേ? ഷേ, ഇതിങ്ങനൊന്നും അല്ല. എനിക്ക് എന്തീ പറ്റുന്നേ? ചിന്നു വിളിച്ചിട്ടുണ്ടല്ലോ, തിരിച്ചു വിളിക്കണോ? വേണ്ട, എന്തിനാ വെറുതെ. ഇനി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവോ? എടുത്തു നോക്കിയാലോ? ഒന്ന് വിളിച്ചു നോക്കാലേ. ബോയ് ഫ്രണ്ടായി കണ്ടില്ലെങ്കിലും അവളൊരു ഫ്രണ്ടായിട്ടെങ്കിലും കാണുമായിരിക്കും. എന്താ? ഈ ഫയൽ ഒന്ന് നോക്കുവോ? നോക്കിക്കോളാം, അവിടെ വെച്ചോ. അല്ലാതെ ഇപ്പൊ സബ്മിറ്റ് ചെയ്യേണ്ടതാ. ഒന്ന് നോക്കി തന്നിരുന്നെങ്കിൽ. ഞാനിപ്പോ ചെയ്യാം. എന്താ മീര നീ പറയുന്നേ? ആ സെൽഫി എടുത്തത് കണ്ടോണ്ടാണോ സജിനേട്ടൻ എന്നോട്? കാര്യം എന്താന്ന് എന്നോട് പറയായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. എടാ, ഞാൻ നിന്നെ വിളിക്കാം. ഒരു 5 മിനിറ്റ് താ. ശരി. നീ വന്ന് വിളിച്ച് കാര്യം പറയണം. എനിക്ക് സജിനേട്ടനെ തിരിച്ചു കിട്ടിയേ പറ്റൂ. ഹലോ. ഹലോ ചിന്നു, വാട്ട് ഹാപ്പൻ? എന്തുപറ്റിപ്പോ വിളിച്ചേ? നീ എവിടെയാ? ഞാൻ ഷൂട്ടിലായിരുന്നു. എന്തേ? എനി പ്രോബ്ലം? എനിക്ക് നിന്നോട് അർജന്റായിട്ട് കാര്യം പറയാനുണ്ട്. നീ പറഞ്ഞോ.
എന്തുവെച്ച് നീ കരഞ്ഞോ? സൗണ്ടൊക്കെ എന്താ പോലെ? അതൊന്നും നീ അന്വേഷിക്കണ്ട. ഞാൻ പറയുന്ന കാര്യം കൊണ്ട് കേട്ടാൽ മതി. പറഞ്ഞോ. ശരിക്കും? ശരിക്കും അല്ലാതെ പിന്നെ നീവൻ, ഞാനൊരു കാര്യം പറയാം. എന്ത് സംഭവിച്ചാലും സജനേട്ടനെ വിട്ട് ഞാൻ കളിക്കില്ല. എനിക്ക് സജനേട്ടനെ അത്രയ്ക്ക് ഇഷ്ടം. നിന്നെ കൊണ്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ സോൾവ് ചെയ്താ എനിക്ക് അത്രയും സന്തോഷമാവും. നമ്മൾ ആ സെൽഫി എടുത്തത് എത്രയും പ്രശ്നമായത്. ഒന്ന് സോൾവ് ചെയ്താ. ഹലോ ഹലോ ചിന്നു, കട്ടാക്കിയല്ലോ. അയ്യോ, ഞാൻ എന്താ ചെയ്യാ? ഷേ, വേണ്ടായിരുന്നു. ഓ, അവളെ കരച്ചിൽ കേൾക്കാൻ പറ്റൂല. എന്തായാലും ദിയാനെ വിളിച്ച് പറയാം. അർജുനെ, എന്തേ? നീ പോസിറ്റീവ് ആണോ? എന്താണ് ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? പറ. ഞാൻ പോസിറ്റീവ് ആണോന്ന് ഞാനാണോ പറയണ്ടത്? അല്ല, നിനക്ക് അങ്ങനെ ഒരു വികാരം ഉണ്ടോ? ചോദിക്കാൻ കാരണം എന്താ? നീ ഏതെങ്കിലും പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് പ്രശ്നമുണ്ട്. പക്ഷെ നിനക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് എനിക്ക് പോസിറ്റീവ്നെസ് ഉണ്ടാവില്ല. അതെന്താ ഇല്ലാത്തെ? എന്തിനാടാ പോസിറ്റീവ്നെസ് ഒക്കെ? നിന്നെ എനിക്ക് വിശ്വാസമല്ലേ, പിന്നെന്താ? എന്നാലും അതൊക്കെ വേണ്ടേ? എനിക്കറിയില്ല അതൊക്കെ വേണോ. എന്നാലും നീ എന്താ പോസിറ്റീവ് അല്ലാത്തെ? ഒന്ന് ടെസ്റ്റ് ചെയ്യണല്ലോ. ആ, ചാൻസ് കിട്ടുമായിരിക്കും. മാം. ആ, അശ്വിനോ? എന്തു പറ്റി? ഒന്നുമില്ല. എനിക്ക് ഈ ഫയലൊന്ന് ക്ലിയർ ചെയ്ത് തരുമോ? ഓ, എന്താ ഇത്? സാറിനോട് ചോദിച്ചാൽ പറഞ്ഞു തരുന്നല്ലോ. എനിക്ക് സാറ് പറയുന്ന അത്ര ക്ലിയർ ആവില്ല, അതാ മാഡം പറഞ്ഞ കുറച്ചുകൂടി. ഓ, അതിനെന്താ, ഞാൻ പറഞ്ഞുതരാം. താങ്ക്സ്. ഇറ്റ്സ് ഓക്കെ. എനിക്കാണെ ഒരു പണിയില്ല, വെറുതെ ഇരിക്കന്നെ. ഇവളിതാരോട് സംസാരിക്കുന്നേ? അതാ അശ്വിനല്ലേ? ഇവനെന്താ അവളെടുത്ത്? പോയി നോക്കണം. പോയോക്കാം, വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇത്രേ ഉള്ളൂ. ഓക്കെ. ഓക്കെ മാം, താങ്ക് യു. ആ, ഒന്നും കുഴപ്പമില്ല. മാഡം ഫ്രീ ആണോ? എന്തു പറ്റി? അല്ല, നമുക്കൊരു കോഫി കുടിച്ചിട്ട് വരാം. എനിക്ക് കുറച്ച് വർക്കും കൂടി ഉണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരെ. ഓ, മതി മതി, മാഡം ഫ്രീ ആകുമ്പോൾ മതി. എന്നാ ഓക്കെ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്താ മോനെ ഇവിടെ? അല്ല സാർ, ഞാനൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ. ഡൗട്ട് ക്ലിയർ ചെയ്യാനോ? അതിന് ഇവിടെ അടുത്താണോ വരേണ്ടത്, എൻ്റെ അടുത്താണോ വരേണ്ടത്? അല്ല, മാഡം പറഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആവും, അതാ. ഓക്കെ ഓക്കെ. കഴിഞ്ഞു വന്നിട്ട് ഡൗട്ട് ക്ലിയറിങ്? കഴിഞ്ഞു കഴിഞ്ഞു. ആ, നമ്മ പോവാൻ നോക്കട്ടോ. ഓക്കെ സാർ. കിട്ടിയ ചാൻസ് ആണ് അനു, മുതലാക്കിക്കോ. നിനക്ക് പൊസസീവ്നെസ് ഇല്ലല്ലേ? ഞാൻ കാണിച്ചു തരാം. പിന്നെ അശ്വിൻ, കോഫി കുടിക്കാൻ വരണേ. ആ മാഡം, ബൈ. കിച്ച് കിച്ച് ഉണ്ടോ സാറിന്? അല്ല, വേണേ ഒരു വിക്സ് ഗുളിക വാങ്ങിത്തരാം. അനു, നീ കൂടി വാ. എന്താ? നോക്ക്, അവനോടൊന്നും അധികം ഫ്രണ്ടാവാൻ പോവാൻ നിൽക്കണ്ട. അതെന്താ? പോണ്ട, അത്ര തന്നെ. ഞാൻ പോയി നിനക്കെന്താ? നിനക്ക് പൊസസീവ്നെസ് ഒന്നുമില്ലല്ലോ. എനിക്ക് പൊസസീവ്നെസ് ഒന്നുമില്ല, അത് സത്യം തന്നെയാ. പക്ഷെ അവനത്ര നല്ല ചെക്കനൊന്നുമല്ല. അതെങ്ങനെ നിനക്കറിയാ? അത് എനിക്കറിയാം, അത്ര തന്നെ. നീ അവനായിട്ട് അധികം കമ്പനിക്കൊന്നും പോണ്ട. ആലോചിക്കാട്ടോ. അനുവോ? എന്താടാ കുറങ്ങ? പ്ലീസ് കളിക്കല്ലേ. ഞാൻ പോവും. എന്നാ നീ പോയിക്കോ. ഓസ്കാർ ലെവൽ അഭിനയം കാണിച്ചു തരാം മോനെ. ഓ, ഫോൺ എടുക്കൂല. ഹലോ ഹലോ ദിയ, നീ എവിടെ? ഞാൻ എന്റെ വീട്ടില്. എന്തു പറ്റി നിവാൻ? നീ എന്ത് പണിയാ കാണിച്ചേ? നമ്മളെ പ്ലാനൊക്കെ വർക്കൗട്ട് ആയല്ലോ. അത് തന്നെയാ പറഞ്ഞത്. നീ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ നോക്ക്. എന്താ നിവാൻ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇപ്പൊ എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നി, അതുകൊണ്ടാ പറയുന്നേ. മര്യാദക്ക് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തോ. അത് ആർക്കെങ്കിലും ഷെയർ ചെയ്താ? ഷെയർ ചെയ്താ? ദിയ, നീ കളിക്കരുത്. ഞാൻ ഓൾറെഡി കളിച്ചു കഴിഞ്ഞു. എനിക്കറിയായിരുന്നു നീ വാക്ക് മാറുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ചെയ്തേ. എന്നുവെച്ചാ? ഞാൻ ഓൾറെഡി ആ ഫോട്ടോസും ഒക്കെ സെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സോ ബൈ ബൈ. ദിയ. ഹലോ ഹലോ. ഓ, ഇത് നേരത്താണാവോ? നീ ഇപ്പൊ ഒന്നും ചെയ്തിട്ടൊരു കാര്യമില്ല. സജിന്റെ നമ്പർ ഒന്ന് ഒപ്പിക്കണല്ലോ. സോഷ്യൽ മീഡിയയിലെങ്ങാനും അവൻ അക്കൗണ്ട് ഉണ്ടാവോ? തെരഞ്ഞു നോക്കാം. മാം ആരെ നോക്കുന്നേ? ഒന്നുമില്ല, ഞാനാരെയും നോക്കിയില്ലല്ലോ. ചേടാ, എന്റെ ടാർഗറ്റിനെ കാണുന്നില്ലല്ലോ. ആ, വരുന്നുണ്ട്. അനു, തുടങ്ങിക്കോ. കോഫി ഇഷ്ടപ്പെട്ടോ? ആ, കൊള്ളാം. ഇവന്റെ അന്തി എന്റെ കൈ കൊണ്ടാകും. അശ്വിനെ. ഹായ് സാർ. ഹായ്. പണിയൊന്നുമില്ല? ഓ, കഴിഞ്ഞല്ലോ. എല്ലാ പണിയും കഴിഞ്ഞോ? കഴിഞ്ഞ്. ആഹാ, എന്താണ് പരിപാടി? ഞങ്ങളൊന്ന് കോഫി കുടിക്കാൻ വേണ്ടി.
കോഫിയാ? ഓക്കെ ഓക്കെ, ക്യാരി ഓൺ. തട്ടുന്നുണ്ട് തട്ടുന്നുണ്ട്. അശ്വിൻ, നിനക്കേത് കോഫി ഇഷ്ടം? കട്ടൻ ചായ. എന്ത് സാർ? ഒന്നുമില്ല, എനിക്ക് കട്ടൻ ചായ ഇഷ്ടം എന്ന് പറയായിരുന്നേ. ഓ, അല്ല അശ്വിൻ, നീ പറ. മുതലെടുക്കുകയാണല്ലേ സജി. എനിക്കങ്ങനെയൊന്നുമില്ല. അടുത്തിനോ? നമ്മൾ ഏകദേശം സെയിമാ. ഞാനെല്ലാം കുടിക്കും. വീട്ടിലെത്തട്ടെ, കാണിച്ചു തരാം കേട്ടോ. ഇവനിപ്പോ എങ്ങനെയൊന്ന് ഒഴിവാക്കണല്ലോ. അശ്വിനെ, എന്താ സാർ? ഞാൻ നിനക്കൊരു മെയിൽ അയച്ചിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണേ. ഓ, ചെയ്യാലോ. കുറച്ച് അർജന്റാ, നീ ഇപ്പൊ തന്നെ ഒന്ന് പോവോ? ആ, പോവാം. എന്നാ ഓക്കെ മാം, കാണാം കേട്ടോ. See you. എന്താ? ഒന്നുമില്ല കേട്ടോ. എന്നാ പോട്ടെ, ബൈ. ഓടി രക്ഷപ്പെടാണല്ലേ. ഞാൻ എന്തിനോട് രക്ഷപ്പെടുന്നേ? നിനക്ക് പൊസസീവ്നെസ് ഒന്നും ഇല്ലല്ലോ. അതൊന്നുമില്ല. മനസ്സിലായി. ശരി എന്നാ. എന്നെ പൊസസീവ് ആക്കാൻ നോക്കുകയാണല്ലേ. ഞാൻ പൊസസീവായ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല മോളെ. എവിടെ വരെ പോകും നോക്കട്ടെ. ഹലോ, പറഞ്ഞോളൂ, ആരാ? ഹായ് സജിൻ, എന്നെ മനസ്സിലായോ? ഞാൻ നിവാനാണേ. നീയോ? നീ എന്തിനാ എന്നെ വിളിക്കുന്നേ? ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എവിടെയല്ലേ? എന്ത് കാര്യം? അത് ഞാൻ വന്നിട്ട് പറയാം. ബ്രോ ഒന്ന് വരുമോ? ഞാൻ ഓഫീസിലാണ്. എങ്ങോട്ടാ വരണ്ടേ? നമ്മളെ സിറ്റി പാർക്കിലേക്ക് വന്നാൽ മതി. അവിടെ ഒരു ഫിലിം ഷൂട്ട് ഉണ്ട്. അതിൻ്റെ അടുത്തൊരു ബെഞ്ച് ഉണ്ട്, അങ്ങോട്ട് വന്നാൽ മതി. ആ, ഓക്കെ. ഒന്ന് പെട്ടെന്ന് വരണേ. ശരി. ഓക്കെ ബ്രോ, താങ്ക്സ്. എന്നാലും അവനെന്തിനാ ഇപ്പം എന്നെ കാണണമെന്ന് പറഞ്ഞേ? എന്താണിപ്പോൾ ഇനി മാത്രം ഇമ്പോർട്ടൻ്റ് ആയ കാര്യം? ഇനി ഇവൻ്റെ അവളെയും റിലേഷൻഷിപ്പിനെ പറ്റി എങ്ങാനും പറയാനിരിക്കുമോ? അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യും? എനിക്കെന്താ എനിക്കൊന്നുമില്ല. ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് അടിപൊളിയായി കാണാനല്ലേ നമ്മൾ. എനിക്കും അത്രേ ഉള്ളൂ. ചിന്നുവിൻ്റെ ലൈഫ് എങ്ങനെ അടിപൊളിയാവണം. അവൾ ഹാപ്പി ഇരിക്കട്ടെ മാക്സിമം. ബ്രോ, ഹായ്. എന്താ പറയാനുള്ളത്? ബ്രോ എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നേ? അന്ന് കല്യാണത്തിനധികം പരിചയപ്പെടാൻ പറ്റിയില്ല. ബ്രോ എവിടെ വർക്ക് ചെയ്യുന്നേ? ഞാനിവിടെ ഒരു കമ്പനിയിലാണ്. കമ്പനിയിൽ എന്തായിട്ടാ? ഞാൻ മാനേജറായി വർക്ക് ചെയ്യുന്നു. എന്ത് കാര്യം പറയാനുള്ളത്? പോയിട്ട് തിരക്കെന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഓഫീസിൽ നിന്നൊരു ബ്രേക്ക് എടുത്തിട്ടാ വന്നേ, അതുകൊണ്ടാ. ഓ, എന്നാ എനിക്ക് പറയാനുള്ളത് ഞാൻ അങ്ങോട്ട് പറയാം. ബ്രോ, ഞാൻ ചിന്നുവിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാ വന്നേ. എന്ത് കാര്യം? ഞാനതൊക്കെ അറിഞ്ഞതാ. നീയായിട്ടത് പറയണ്ട. അതല്ല ബ്രോ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾ തമ്മിൽ റിലേഷനിലാണെന്നുള്ള കാര്യം എനിക്ക് അറിയാം. ഇനി നീയായിട്ട് എനിക്കത് പറഞ്ഞ് ബോധിപ്പിച്ച് തരണ്ട. എനിക്ക് ചിന്നുവിന്റെ കാര്യം കേൾക്കാൻ താല്പര്യമില്ല. എന്നെ വിട്ടേക്ക്. ബൈ. ബ്രോ പ്ലീസ്, ഇതൊന്ന് കേട്ടിട്ട് പോ. ഞങ്ങൾ റിലേഷനിലാണെന്നൊന്നല്ല പറയാൻ വന്നത്. എന്തായാലും എനിക്ക് കേൾക്കണ്ട. ബ്രോ പ്ലീസ് ഒന്ന് കേക്ക്. ഞാൻ പറഞ്ഞില്ലേ നിവാൻ, എനിക്ക് താല്പര്യമില്ലാന്ന്. റിയലി സോറി. നീ കേക്കണ്ടടാ, നീ പോയിക്കടാ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം. നീ ഇപ്പൊ പോയാ അവളെ നിനക്ക് എന്നേക്കായിട്ട് നഷ്ടാവും സജിനെ. ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടോ അല്ലാതെ അതിനെ പറ്റിയിട്ടൊന്നും പറയാനല്ല സജിനെ. എനിക്കറിയാം ചേട്ടൻ എന്നൊക്കെ പ്രായമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. പറ. അത് പിന്നെ ഇതിന്റെ ബാക്കിൽ കളിച്ചത് വേറൊരാളാ. ബാക്കിൽ കളിക്കാനോ?
അതെ. ബാക്കില് ആര് കളിക്കാൻ? അത് പിന്നെ ബ്രോ കണ്ടതൊക്കെ സത്യാ. ഞാൻ അവളെ കൂടെ സെൽഫി എടുത്തതും ഞങ്ങള് സംസാരിച്ചതൊക്കെ റിയൽ തന്നെയാ. പിന്നെ ബ്രോ കണ്ട ഫോട്ടോ അത് സത്യം തന്നെയാ. പക്ഷെ ആസ് എ ബോയ് ഫ്രണ്ട് ആയിട്ടൊന്നുമല്ല. ഞാൻ ചേട്ടനോട് സത്യം തന്നെ പറയാം, എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ ബ്രോ വിചാരിച്ചതുപോലെ ശരിയാണ്, എനിക്ക് ഇഷ്ടമായിരുന്നു അവളെ. പക്ഷെ ഇന്ന് അവളെന്നെ വിളിച്ചപ്പോൾ എനിക്ക് സഹിച്ചില്ല ബ്രോ. എനിക്ക് ഇത്രയ്ക്ക് നിങ്ങൾ ഡീപ്പായിട്ട് പ്രണയിക്കുന്ന ആൾക്കാരാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ബ്രോ പ്ലീസ് അവളെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. അവൾക്ക് ബ്രോനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അവൾ ഇന്ന് എന്നെ വിളിച്ചിട്ടും അങ്ങനെയും കരഞ്ഞിട്ടുണ്ട് ബ്രോ. അതുകൊണ്ട് നീ പറഞ്ഞില്ലേ ബാക്കിൽ ആരോ കളിച്ചിട്ടുണ്ടെന്ന്, അതാരാ? അത് ഞാൻ പറയാം. പക്ഷെ ബ്രോ പ്രശ്നത്തിനൊന്നും പോകണ്ട. നീ പറ. ദിയയാ. ഇപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല. അവളെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവള് നിങ്ങള് രണ്ടാളെയും എങ്ങനെയെങ്കിലും ഒന്ന് ബ്രേക്കപ്പ് ആക്കണമെന്നേ അവളെ പ്ലാനിലുള്ളൂ. സോ ബ്രോ ഈ പ്ലാനിന് നിന്ന് കൊടുക്കരുത്. നിനക്ക് ഇപ്പോഴും അവളെ ഇഷ്ടമാണോ? ഇഷ്ടമായിരുന്നു, പക്ഷെ അവള് വിളിക്കുന്നതിന് മുന്നേ വരെ. സത്യം പറയാലോ ബ്രോ, അവള് ഇയാളെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പാവാ ബ്രോ, എന്താ ചെയ്യാ. ബ്രോനെ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടാ. അപ്പോൾ എങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോൾ നല്ല ഹേർട്ടാവുന്നുണ്ട്. അവളെന്നെ രാവിലെ മുതൽ വിളിച്ചിരുന്നു, ഞാൻ ഫോൺ എടുത്തില്ല. ബ്രോ ഇനിങ്ങനെ സങ്കടപ്പെടണ്ട, പോയി അവളിന്ന് വിളിച്ചു നോക്ക്. എനിക്ക് മനസ്സിലായി നിങ്ങൾ എത്രത്തോളം ഇഷ്ടത്തിലാണ് എന്നുള്ളത്. സോറി ബ്രോ, ഞാൻ നിന്നെ കുറെ തെറ്റിദ്ധരിച്ചിട്ടോ. അത് കുഴപ്പമില്ല, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. നമുക്കത്രയും ഇഷ്ടമുള്ള ആൾക്കാരുടെ കാര്യം വരുമ്പോൾ ആരായാലും സംശയിച്ചു പോവും. ഇറ്റ്സ് ഓക്കെ, എനിക്കതൊന്നും കുഴപ്പമില്ല. ബ്രോക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണെങ്കിൽ അയ്യോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എനിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല. നീ പറ്റുകയാണെങ്കിൽ ഒരു ദിവസം വീട്ടിലേക്കൊക്കെ വാ. താങ്ക് യു ബ്രോ. നീ എവിടെയാ താമസിക്കുന്നേ? എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാ. ആ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അനിയനും ഞാനും മാത്രമേ ഉള്ളൂ. പാരൻസ് ഒക്കെ? പാരൻസ് ഇല്ല ബ്രോ. അയ്യോ സോറി കേട്ടോ, ഞാൻ അറിഞ്ഞില്ല. അതൊന്നും കുഴപ്പമില്ല. ഓക്കെ എന്നാ കാണാട്ടോ, ഞാൻ കുറച്ച് തിരക്കില്ല. പിന്നെ നിനക്ക് ഷൂട്ട് ഉണ്ടാവില്ലേ? ആ ഷൂട്ട് ഇന്നത്തെ ഇനിയിപ്പോൾ കഴിഞ്ഞ്, ഇനിയിപ്പോൾ നാളെ ഉള്ളൂ. എന്നാ ഓക്കെ ബ്രോ, അവളെ വിളിക്കിട്ടോ. ഓ ഞാൻ വിളിച്ചോളാം. എന്തായാലും താങ്ക്സ്. എന്തിന്? അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് തീർത്തന്നേന്. അതൊന്നും കുഴപ്പമില്ല. ബ്രോ എന്തായാലും അവളെ വിളിക്ക്. പിന്നെ ഇടയ്ക്ക് സമയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്ക്. അതിനെന്താടാ, ഞാൻ നിന്നെ വിളിക്കാം. നേരത്തെ വിളിച്ച നമ്പർ തന്നെയല്ലേ? അതെ അതെ. ഞാൻ വിളിക്കാട്ടോ. എന്നാ പോട്ടെ. ഓക്കെ ബൈ, കാണാം. കാണാം. ചേട്ടാ, ഞാൻ അവളെ വെറുതെ എന്തൊക്കെയോ വിചാരിച്ചു കൂട്ടി. അവളിന്ന് വിളിക്കാം എന്തായാലും. ഭ്രാന്തിലാണല്ലോ. മേ ഐ കം ഇൻ സർ? വാ മോളെ വാ. നിന്നെ ഒറ്റയ്ക്ക് കിട്ടാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. നീ എനിക്കിട്ട് പണിയൂലേ? കാണിച്ചു തരാം കേട്ടോ. യെസ്, കമിൻ കമിൻ. വീട്ടിൽ പോണ്ടേ സാർ? പോണോ? അല്ല 5 മണിയായി. 5 മണിയായില്ലേ? ആയി. അല്ല, നിന്റെ ബെസ്റ്റി എവിടെ? ബെസ്റ്റിയോ? അതാരാ? അയ്യോ ഒന്നും അറിയില്ലേ? ബെസ്റ്റി അശ്വിനെ ആയിരിക്കും. എന്തേ ഉത്തരല്ലേ? അവൻ വീട്ടിൽ പോയി. വീട്ടിൽ പോയോ? എന്തേ കൂടെ പോയിക്കൂടാനോ? എന്തോന്ന് അർജുനെ? എന്തേ നിനക്ക് നാലും കൂടെ പോയിക്കൂടെ? അതിനും ഞാൻ അവനാണോ കല്യാണം കഴിച്ചേ? നിന്നല്ലേ? നമ്മള് കല്യാണം കഴിച്ചതല്ലേ? ഓർമ്മ ഉണ്ടല്ലോ, ഭാഗ്യം. എനിക്ക് വയ്യ തല്ലുണ്ടാക്കാൻ. വാ. ഇതിനാരോ തല്ലുണ്ടാക്കിയേ? ഇയാൾക്കല്ലേ തല്ലുണ്ടാക്കാനൊക്കെ കുറെ ആൾക്കാരുണ്ട്. പോസസീവ്നെസ് അടിക്കുന്നുണ്ടല്ലേ? ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ വിജയിച്ചു. എങ്ങനെ വിജയിച്ച്? അല്ല, ഞാൻ നിന്നെ പോസസീവ്നെസ് അടിപ്പിക്കും എന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ അതിൽ ഞാൻ ജയിച്ചല്ലോ. അപ്പൊ നീ എന്നെ പൊസസീവ്നെസ് അടുപ്പിച്ച് അല്ലേ? അപ്പൊ ഇതിന് നിനക്കൊരു സമ്മാനം വേണ്ടേ? എന്ത് സമ്മാനം? അല്ല, പൊതുവെ ഒരു ഗെയിമിന് ജയിച്ചാൽ എല്ലാരും സമ്മാനം കൊടുക്കുമല്ലോ. അത് കൊടുക്കും. നീ എന്ത് സമ്മാനം എനിക്ക് തരാൻ പോന്നേ? കണ്ടോ, നീ എന്നെ പൊസസീവ് ആക്കാൻ നോക്കൂലേ? അർജുനെ, നീ എന്തിനുള്ള പുറപ്പാടാ? കണ്ടോ? അർജുനെ, വേണ്ടേ? വേണ്ടേ? വേണ്ട, ഞാൻ ഇങ്ങനെ ചെയ്യൂല. വിട്ടേക്ക്. നീ ഇനി ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒന്നുമില്ല. ഫോൺ അടിക്കുന്ന സജനേട്ടനോ ചിന്നും എങ്ങനെ ആയിരിക്കും? എടുക്ക്. ചേടാ, നല്ലൊരു ചാൻസ് തരും. നീ ഫോൺ എടുക്ക്. എന്തേ അത്യാവശ്യമാണെങ്കിലോ? ഇപ്രാവശ്യത്തേക്ക് നീ രക്ഷപ്പെട്ടു. കണ്ടോ? ആടെ സജിനെ പറ. ഭീകരം തന്നെ. എന്തോ ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടെ. ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. അനു വാ, നമുക്ക് വേഗം പോണം. എന്തുറ്റി? അതൊക്കെ പറയാം, വേഗം വാ. ചിന്നു,
നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഐ എം റിയലി സോറി. ഞാൻ എത്ര സോറി വേണേ പറയാം.